കേരളം നമ്മുടെ ജന്മനാടാണ്. ഇന്ത്യാ മഹാരാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹരിതമനോഹരമായ ഈ കൊച്ചു സംസ്ഥാനം പ്രകൃതി രമണീയവും സുന്ദരവുമായ ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് സസ്യശ്യാമള കോമളമായ ഈ നാടിനെ ഗാഡ്സ് ഓൺ കൺട്രി അഥവാ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് സ്വദേശികളും വിദേശികളും ഒരുപോലെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ജനിച്ചു വളർന്ന നമുക്ക് വളരെയധികം സന്തോഷം പകർന്നു നൽകുന്ന ഒരു സംജ്ഞയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത്. എന്താണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് ആക്കിത്തീർക്കുന്നത് എന്ന് ചെറുതായി നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം എന്ന വാക്കു സൂചിപ്പിക്കുന്നത് കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണല്ലോ. കേരവൃക്ഷങ്ങൾ നൃത്തമാടുന്ന കടൽത്തീരങ്ങൾ, മനോഹരമായ കായൽപ്പരപ്പ്, സസ്യശ്യാമളമായ മലയോരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ പരിമളം പരത്തുന്ന വനപ്രദേശങ്ങൾ, കളകളാരവം പുറപ്പെടുവിക്കുന്ന അരുവികളും നീർച്ചാലുകളും ഇവയെല്ലാം സംഗീതാത്മകമാക്കുന്ന പക്ഷിസമൂഹങ്ങൾ, കാടുകളെയും മലയോരങ്ങളെയും ഗംഭീരമാക്കുന്ന വന്യജീവികൾ, കണ്ണിനും കാതിനും മാത്രമല്ല മനസ്സിനും കുളിർമയേകുന്ന ഈ കാഴ്ചകൾ ആരെയും ഇവിടേക്ക് മാടി വിളിക്കുന്നു. കേവലം പ്രകൃതിഭംഗി മാത്രമല്ല നമ്മുടെ ഈ കൊച്ചുനാടിന്റെ മഹാത്മ്യം വിളിച്ചോതുന്നത്. പുരാതന കാലം മുതൽ തന്നെ കലാകായിക സാംസ്കാരിക മേഖലകളിൽ പുകൾപറ്റി നിന്നിരുന്നു ഈ കൊച്ചുനാട്. കേരളത്തനിമ വിളിച്ചോതുന്ന കഥകളി, ഓട്ടംതുള്ളൽ എന്നീ കലാരൂപങ്ങൾ എന്നും വിദേശികളുടെ കൗതുകമാണ്. കഥകളി, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ യുനെസ്കോയുടെ വരെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ മാത്രം പ്രത്യേകതകളായ വള്ളംകളി, കളരിപ്പയറ്റ് തുടങ്ങിയ വിനോദങ്ങൾ കേരളീയരുടെ മെയ് വഴക്കം പുരാതനകാലം മുതൽ തന്നെ വിളിച്ചോതിയിരുന്നു. സാംസ്കാരിക രംഗത്ത് വളരെ മേന്മയേറിയ ഒരു ചരിത്രമാണ് ഈ കൊച്ചുനാടിന് അവകാശപ്പെടാനുള്ളത്. മിഷണറിമാരുടെ വരവോടെ വിദ്യാഭ്യാസം വളരെയധികം പരിപോഷിപ്പിക്കപ്പെട്ടു. ഇന്ന് ഈ സംസ്ഥാനം സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. പ്രശസ്ത എഴുത്തുകാരും കവികളും ഈ നാടിന്റെ പ്രശസ്തിയും അന്തസ്സും ഉയരങ്ങളിൽ എത്തിച്ചു. പ്രശസ്ത പ്രാചീന കവികളായ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, ആധുനിക കവിത്രയങ്ങളായ കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങിയവർ എന്നും നമ്മുടെ അഭിമാനമാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ കേദാരമായ എന്റെ കേരളനാടിന്റെ സമ്പത്തിൽ ആകൃഷ്ടരായി പല രാജ്യങ്ങളിൽ നിന്നും വിദേശികൾ ഇവിടെ തമ്പടിച്ചു. അവർ ഉണ്ടാക്കിയ വൈഷമ്യങ്ങളെ വീരോടെ ഈ നാട് നേരിട്ടു. വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും കുഞ്ഞാലിമരക്കാർ, സാമൂതിരി തുടങ്ങിയ വീരയോദ്ധാക്കളും എന്റെ നാടിന്റെ വീരഗാഥയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി വിരാജിക്കുന്നു. പ്രകൃതി കനിഞ്ഞരുളിയ കാലാവസ്ഥയിൽ നാം കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകൾ നമ്മെ പൂർണ്ണമായി ഊട്ടിക്കുന്ന ഒരു നല്ല നാളെ ഇവിടെ സംജാതമാകും. കാലവർഷവും തുലാവർഷവുമെല്ലാം ഇനിയും നമ്മുടെ കളപ്പുരകളെ ധാന്യസമൃദ്ധമാക്കട്ടെ. കേരളത്തിൽ ഗംഭീരവും മനോഹരവുമായ ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇവയെല്ലാം എല്ലാക്കാലത്തും സന്ദർശിക്കാൻ കഴിയുന്നതും ആണ്. കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളുടെ ശേഖരമാണ് കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ. അവയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. അതിരപ്പിള്ളി വാഴച്ചാൽ കേരളത്തിലെ തൃശൂർ ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് അതിരപ്പിള്ളി. ചാലക്കുടിക്ക് കിഴക്കായാണ് ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗവും കാടുകൾ കൊണ്ട് നിറഞ്ഞ ഇവിടത്തെ അതിരപ്പിള്ളിയിലും വാഴച്ചാലിലുമുള്ള വെള്ളച്ചാട്ടങ്ങൾ അനേകം സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പിള്ളി.
തൃശൂർ നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ അകലെയുള്ള അതിരപ്പിള്ളി പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. ഷോളയാർ വനമേഖലയുടെ കവാടമാണ് അതിരപ്പിള്ളി. ഇവിടെയെത്തുന്ന സഞ്ചാരിയുടെ മനം കുളിർപ്പിക്കുന്ന സാന്നിധ്യമാണ് അതിരപ്പിള്ളി. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പടവുകളിറങ്ങുമ്പോൾ നിഗൂഢമായൊരു ശാന്തി നിങ്ങളെ വന്നു പൊതിയും. 80 അടി ഉയരത്തിൽ നിന്നു പാറക്കെട്ടിലേക്ക് വീണ് ചിതറുന്ന ജലത്തിന്റെ മാസ്മരികതയിൽ എന്തിനേയും തച്ചുതകർക്കാനുള്ള കരുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിമിഷാർദ്ധം കൊണ്ടാകെ നനയ്ക്കുന്ന തൂവാനത്തിൽ അത്രതന്നെ ആർദ്രതയും. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പിള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. ഏതാണ്ട് 24 മീ. ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടിപ്പുഴയിലാണ്. വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം. ജില്ലാ വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾ കൂടുതലായി സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം ഇവിടത്തെ പ്രകൃതിപരിസ്ഥിതി വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. അടുത്ത 2 സ്ഥലങ്ങളിലായി ചാർപ്പ വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്നിവ കാണാം. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് അതിരപ്പി വെള്ളച്ചാട്ടമാണ്. അതിരപ്പിള്ളിയിൽ നിന്നും കഷ്ടി 5 കിലോമീറ്റർ അകലെയാണ് വിഖ്യാതമായ വാഴച്ചാൽ വെള്ളച്ചാട്ടം. ചടുലതാളമാണ് അതിരപ്പിള്ളിക്ക് എങ്കിൽ ആരെയും മേയ്ക്കുന്ന മതാലസ്വഭാവമാണ് വാഴച്ചാലിന്. ഹരിതസമൃദ്ധിയാൽ അനുഗ്രഹീതമാണ് ചുറ്റുവട്ടം. വംശനാശം നേരിടുന്ന 4 തരം വേഴാമ്പലുകൾ വാഴച്ചാൽ വനങ്ങളിലെ അന്തേവാസികളാണ്. പക്ഷിശാസ്ത്രജ്ഞരുടെയും പക്ഷിനിരീക്ഷകരുടെയും ഇഷ്ടകേന്ദ്രം കൂടിയാണ് വാഴച്ചാൽ. സവിശേഷതകൾ: അതിരപ്പള്ളി ജലപാതത്തിന് ഇരുപാർശ്വങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിന്റെ കലവറയാണ്. ഇരുൾ, ഇലവ്, വെൺതേക്ക്, മരുത്, വേങ്ങ്, കാഞ്ഞിരം, മരോട്ടി, തേക്ക്, വീട്ടി തുടങ്ങിയ വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നു. വേഴാമ്പൽ, വാനമ്പാടി, കൃഷ്ണപ്പരുന്ത്, മാടത്ത, കാട്ടിലക്കിളി, ശരപക്ഷി തുടങ്ങിയ നിരവധി പക്ഷികളുടെയും ആന, കാട്ടുപോത്ത്, വെരുക്, കടുവ, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, കുട്ടിദേവാങ്ക് തുടങ്ങിയ ജന്തുക്കളുടെയും വിവിധയിനം ചിത്രശലഭങ്ങളുടെയും ആവാസകേന്ദ്രം കൂടിയാണ് ഈ വൻപ്രദേശം. കാടർ, മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ഇവിടത്തെ വനങ്ങളിൽ നിവസിക്കുന്നു. വംശനാശഭീഷണി നേരിടുന്നതും അതിരപ്പിള്ളി വാഴച്ചാൽ വനമേഖലയിൽ കാണപ്പെടുന്നതുമായ തദ്ദേശീയ 15 ഇനം മത്സ്യ ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. വാഴച്ചാൽ ജലപാതത്തിന് സു. 400 മീ. മുകളിലായി ജലവൈദ്യുതോർജ്ജ ഉത്പാദനം ലക്ഷ്യമാക്കി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അണക്കെട്ട് ഉൾപ്പെടെയുള്ള അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലാണ്. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ആതിരപ്പിള്ളി. സംവിധായകൻ മണിരത്നത്തിന്റെ രാവൺ എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ സംഗീതരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ്. ബഹുഭാഷാ ബിഗ് ബജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പിള്ളിയിൽ ചിത്രീകരിച്ച് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ്. വാഴച്ചാലിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അപകട സാധ്യതയും മുന്നറിയിപ്പ് ബോർഡുകളും വകയ്ക്കാതെ അലക്ഷ്യമായി വെള്ളത്തിലിറങ്ങിയുള്ള വിനോദങ്ങൾ പലപ്പോഴായി 35 ഏറെ ആളുകളുടെ, കൂടുതലും യുവാക്കളുടെ, ജീവഹാനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതിയെപ്പറ്റി അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വാഴച്ചാൽ ജലപാതത്തിന് സു. 400 മീ. മുകളിലായി ജലവൈദ്യുതോർജ്ജ ഉത്പാദനം ലക്ഷ്യമാക്കി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അതിരപ്പള്ളി അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. അതിരപ്പിള്ളിയുടെ സമീപ പ്രദേശത്തുള്ള പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ് പെരിങ്ങൽകുത്ത് അണക്കെട്ട്, വാഴച്ചാൽ വെള്ളച്ചാട്ടം, ചാർപ്പ വെള്ളച്ചാട്ടം, തുമ്പൂർമുഴി തടയണ. ഇതിന്റെ പരിസരത്തുള്ള ഉദ്യാനം ചിത്രശലഭങ്ങളുടെ ആവാസകേന്ദ്രമാണ്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം, ഡ്രീം വേൾഡ് അക്വാ തീം പാർക്ക്, ജലക്രീഡാ വിനോദ ഉദ്യാനം, സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക്. ഈ ജലക്രീഡ വിനോദ ഉദ്യാനത്തോട് ചേർന്ന് വലിയൊരു അലങ്കാര മത്സ്യകേന്ദ്രവുമുണ്ട്. വാൽപ്പാറ മലക്കപ്പാറ തമിഴ്നാട് പാതയിലെ തേയിലത്തോട്ടങ്ങൾ. കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെ നിബിഡ വനങ്ങൾക്ക് അടുത്തായാണ് വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത്.
ചാലക്കുടി പുഴയുടെ ഭാഗമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും. ഈ വെള്ളച്ചാട്ടത്തിലെ തണുത്ത മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കാടും സന്ദർശകർക്ക് ഇത് ഒരു രമണീയമായ അനുഭവമാക്കുന്നു. തൃശൂർ ജില്ലാ ആസ്ഥാനത്തുനിന്നും 65 കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ. ചാലക്കുടിയിൽ നിന്നും 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചാലക്കുടി ആനമല റൂട്ടിൽ ഇവിടെയെത്താം. 800 അടി ഉയരെ നിന്നുമാണ് ജലപാതം. കൊച്ചിയിൽ നിന്നോ തൃശൂർ നിന്നോ വാഹനമാർഗം വാഴച്ചാലിൽ എത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചാലക്കുടി 35 കിലോമീറ്റർ അകലെ. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. തൃശൂർ ജില്ലാ ആസ്ഥാനത്തുനിന്നും 65 കിലോമീറ്റർ അകലെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു.